യൂബർ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമുക്ക് ഇന്ന് ശനിയാഴ്ച ദിവസമാണ്, അതായത് വീക്കെൻഡാണ്. അപ്പം ശനി ഞായർ ദിവസങ്ങളിൽ എത്ര രൂപയ്ക്ക് നമുക്ക് യൂബറിൽ ഓടാമെന്ന് ഉള്ള വീഡിയോ ആണ് ഇന്നത്തെ. അപ്പം പിന്നെയുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ യൂബറിലെ ഇൻ്റർസിറ്റി എൻ്റെ വണ്ടിക്ക് ഓണായിരിക്കുകയാണ്. അപ്പോൾ യൂബർ ഓഫീസിൽ ചെന്നിട്ട് അത് നമ്മുടെ ശരിയാക്കി. അതിനുശേഷം കുറച്ച് മാറ്റമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അടിച്ച് വീട്ടിൻ്റെ ഇവിടെ നിന്ന് ഇൻ്റർസിറ്റിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ. അത് നമുക്ക് ഇൻ്റർസിറ്റി ഓണാവാത്തതുകൊണ്ട് നമുക്ക് സാധാ ട്രിപ്പാണ് അടിക്കുന്നത്. നെറ്റ് ഓണായില്ല. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ അങ്ങനെ കന്നി ഓട്ടം എടുക്കാൻ പോവുകയാണ് ശനിയാഴ്ചത്തെ. ഇപ്പോൾ രാവിലെ 10:45 കഴിഞ്ഞു. അപ്പോൾ ബാക്കി വിശേഷം ഓട്ടം കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. അതൊരു ഇൻ്റർസിറ്റിയാണ്. ചെറിയ ഇൻ്റർസിറ്റി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇൻ്റർസിറ്റിയും മറ്റതും നമ്മൾ നോക്കുമ്പോൾ റേറ്റ് കുറവ് ഇൻ്റർസിറ്റിയാണ്. ഇവന്മാർ 10 കിലോമീറ്ററിനെ നോക്കുമ്പോൾ മറ്റതിൽ 300 സംതിങ് കാണിക്കും, ഇൻ്റർസിറ്റി കാണിക്കുമ്പോൾ 280 കാണിക്കും. അങ്ങനെ വെച്ച് ബുക്ക് ചെയ്യുന്നതാണ്. പഞ്ചാബിക്കാരന്മാരാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ പാപ്പനംകോട് വന്ന് അടുത്ത ട്രിപ്പ് കിട്ടി. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാലടി ജംഗ്ഷനിൽ നിന്ന് പാങ്ങോട് എന്തായാലും എടുക്കാം. ഒന്നും കളയാൻ പറ്റില്ല ട്രിപ്പ് ഇപ്പം, കാരണം റഡാർ സിസ്റ്റം വന്നിട്ട് ഇപ്പോൾ 2 ട്രിപ്പാണ് മിസ്സായത്. എടുക്കാൻ പറ്റിയില്ല. എടുത്ത ഉടനെ മാച്ചിങ് അതർ ഡ്രൈവർ എന്നും പറഞ്ഞ് പോയി. അങ്ങനത്തെ കുറച്ച് പ്രശ്നമാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, പോവാം. ഇപ്പോൾ നമ്മൾ പാപ്പനംകോട്, ഇനി ഇവിടെ നിന്ന് ഒരു 3.5 കിലോമീറ്റർ നോക്കട്ടെ, എത്ര കിലോമീറ്റർ. 3.7 കിലോമീറ്റർ പിക്കപ്പ്. തിരുവല്ലം റൂട്ടാണ്. കാലടി ആറ്റുകാലിലേക്ക് ബാക്ക് സൈഡായിട്ട് വരും. പോയി എടുത്ത് വിടാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മുടെ 2ാമത്തെ ട്രിപ്പും പൂർത്തിയാക്കി. ടോട്ടൽ ഇപ്പം ഇന്നത്തെ ദിവസം 467 രൂപയ്ക്ക് ഓടി. ഫുള്ള് ചുമന്ന് നടക്കുന്നുണ്ട്. ഇതൊക്കെ വെറുതെയാണ്. സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ ചുമന്ന് നടക്കുന്നത് കണ്ടാൽ നമുക്കൊരു വിശ്വാസമുണ്ട്. ഇപ്പോൾ ട്രിപ്പ് അടിക്കും, ആ ട്രിപ്പിൻ്റെ റേറ്റ് ഡബിളായിരിക്കും. ഇപ്പം എല്ലാം പറ്റിപ്പാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഈ ചുമന്ന് കിടക്കുന്നതിൻ്റെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചാൽ പോലും റേറ്റ് നോർമൽ റേറ്റാണ്. സർജ് ആളെ പറ്റിക്കണേ. എന്തായാലും നമുക്കിനി ബാക്കി ഡീസൽ അടിച്ചിട്ട് വെയിറ്റ് ചെയ്യാം ഇന്നത്തേക്കുള്ളത്. അപ്പോൾ നമുക്ക് 3ാമത്തെ ഡീസലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തപ്പം 3ാമത്തെ ട്രിപ്പ് അടിച്ച്. അത് വെള്ളയമ്പലത്തൊന്നാണ്. പിന്നെ ബാക്കി സ്ഥലം നോക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് എടുത്ത്. റഡാർ ലെവലും പോയാൽ പിന്നെ പണി കിട്ടും, നമുക്ക് കിട്ടില്ല. പിന്നെ എന്തായാലും നോക്കാം. ചെറിയ എന്തോ ട്രിപ്പാണെന്ന് തോന്നുന്നു, 5 കിലോമീറ്ററിനകത്താണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ബാക്കി വിശേഷം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഷോപ്പിൽ നിന്നാണ് നമുക്ക് ട്രിപ്പ് അടിച്ചത് കേട്ടോ. എന്തായാലും നമുക്ക് വിളിക്കണ്ട, മെസ്സേജ് ഇട്ടേക്കാം. ഇവിടെ നിന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാം. അതേപോലെ എൻ്റെ അടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്പർ കാണിക്കരുതെന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സംഭവം നമ്മളിപ്പം അവരെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്പർ അത് അവരുടെ നമ്പറല്ല, ഇത് യൂബറിൻ്റെ കസ്റ്റമർ കെയർ നമ്പറാണ്. അവിടെ നിന്ന് അവരാണ് അവർ കണക്ട് ചെയ്ത് തരുന്നത്. അതുകൊണ്ട് കസ്റ്റമറിൻ്റെ നമ്പറൊന്നും പുറത്തോട്ട് പോകില്ല കേട്ടോ. മാഡം വരുന്നുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് ബാക്കിയാണ്. ലുലു മാളിൻ്റെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞാൻ പയ്യെ കുമാരപുരം വരെ വന്നപ്പോൾ ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചു കേട്ടോ. ചെറിയ ട്രിപ്പ് തന്നെ, 112 രൂപ എന്തോ ആണ് കാണിച്ചത്. ഇവിടെ നിന്ന് ഉള്ളൂർ വരെ ഉള്ളൂ. നികുഞ്ചം ഫ്ലാറ്റിൻ്റെ ഇവിടെ ആളിതുവരെ വന്നില്ല. ഇവിടെ ഞാൻ ഇവിടെ അവരുടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്ത്. പുറത്ത് നല്ല വെയിലായുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, കുറച്ച് നേരം എന്നിട്ട് വിളിക്കാം. ഇതൊന്നും കണ്ടിട്ട് ആരും വിചാരിക്കേണ്ട കസ്റ്റമറുടെ നമ്പറാണെന്ന്. കണ്ടോ, ഇത് യൂബറിൻ്റെ ആണ്. അതുകൊണ്ട്
അവർക്ക് നമ്പർ സേഫാണ്. സാറേ ഞാൻ ഈ ഫ്ലാറ്റിൻ്റെ താഴെ ഉണ്ടേ. ആണോ? ഓക്കെ ഓക്കെ, ഞാൻ നോക്കിയോളാം. ഒരു അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് താഴോട്ട്. അപ്പം നമുക്ക് നോക്കാം. സമയം 3 മണി പിന്നിട്ടപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് 6 ട്രിപ്പും 1263 രൂപയാണ് കേട്ടോ. നമ്മുടെ അവസാനത്തെ ട്രിപ്പ് കിൻഫ്ര മാജിക് പ്ലാനറ്റിലേക്കാണ്. ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഇത് ഞാൻ ഓട്ടിച്ച് കാണിച്ചു തരാം. എപ്പോഴൊന്നും ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല. ഇതിനകത്താകുമ്പോൾ വീഡിയോ എടുക്കുന്നതിന് പ്രശ്നമല്ലല്ലോ, റോഡല്ലല്ലോ. ഇതിനകത്താണ് നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ വിസ്മയ മാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്കിംഗ് ആണോന്ന് അറിഞ്ഞൂടാ സ്റ്റുഡിയോ ഒക്കെ. ഇത് അറിഞ്ഞൂടാത്തവർക്കാണ് കേട്ടോ ഈ കിൻഫ്ര വീഡിയോ പാർക്ക്. ഇപ്പോൾ കമ്പനികൾ മിക്കതും ക്ലോസ്ഡ് ആണ്, ഇതുവരെ തുറന്നിട്ടില്ല കൊറോണയ്ക്ക് ശേഷം. മാജിക് പ്ലാനറ്റ് റണ്ണിങ് ആണ്. ഇത് പുതിയൊരു കമ്പനിയാണ്. ഇത് ഏതാണോ ഇത് നോക്കട്ടെ, ഏത് കമ്പനിയാണ്? അസാപ്പ്, അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം. എന്തോ ഇത് ചെറിയൊരു ഹോട്ടലാണ് കേട്ടോ, അവോക്കി റിസോർട്ട്. ഇവർക്ക് വേറെയും ബ്രാഞ്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അവോക്കി. നല്ല അടിപൊളി ഒരു ക്യാമ്പസാണ് കിൻഫ്ര. പക്ഷെ വർക്കിംഗ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു തന്നെ. എന്തായാലും ഇതിനകം കയറാം. കുറേ നാളുകൾക്ക് ശേഷമല്ല, വർഷങ്ങൾക്ക് ശേഷമാണ് പാർക്കിനകത്ത് കയറുന്നത്. ടെക്നോ പാർക്കിലൊന്നും ഇപ്പോൾ ഓട്ടം കിട്ടിയിട്ട് കാലങ്ങൾ മറന്നു. വിസ്മയ മാക്സ് ഏതാണ്ട് ഈ കാണുന്ന ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ ഒരു പിടിയില്ല ഇപ്പം. പുതിയ എന്തൊക്കെയോ സ്റ്റേജും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. മാജിക് കഫേ. എന്തൊക്കെയോ പുതിയ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വൃത്തിയാകുന്നുണ്ട്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ ഒരുപാട് കമ്പനീസ് വന്നുകൊണ്ടിരിക്കുക തന്നെ, പക്ഷെ വർക്കിംഗ് അല്ല. ഫിലിം റിസർച്ച് സെൻറ്റർ. നമുക്കിത് കാണുന്ന ഗേറ്റിൻ്റെ അവിടെ വരെ പോവാം. അതിനപ്പുറത്ത് പോയാൽ അവർ ചോദിക്കും ഏത് കമ്പനിയാണെന്ന്. ഇതിനകത്തുനിന്ന് വെളിയിറങ്ങിയാൽ പിന്നെ നമുക്ക് കയറി വരാൻ പറ്റില്ല. അകത്തുള്ളതുകൊണ്ട് നമുക്ക് കയറി കറങ്ങാം. ഇവിടെയൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കുക. തണലുണ്ട്. റോഡിനകത്ത് ഇടണ്ട. ഓട്ടോ അടിക്കുന്നവർ ഇവിടെ എവിടെയെങ്കിലും ആണെങ്കിൽ കറങ്ങി നടക്കാം. ഇനി അങ്ങോട്ട് പോകണത് ശരിയല്ല. ഇതാണ് വിസ്മയ മാക്സ്. ഏരിയസ് വിസ്മയ മാക്സ് ഉണ്ടോ? അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അടുത്ത ഓട്ടത്തിന് വേണ്ടി. ഇവിടെ ഇനി വേറെ വണ്ടികളോ ഒന്നും വരത്തില്ല, അതുകൊണ്ട് നമുക്കിവിടെ പാർക്ക് ചെയ്തിട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കിൻഫ്ര പാർക്കിൽ നിന്ന് അടി വന്നു. ഓൾറെഡി ഒരെണ്ണം വന്നായിരുന്നു. അത് ഇൻ്റർസിറ്റി മുരുക്കുമ്പോഴായിരുന്നു. അവിടെ നിന്ന് 7 കിലോമീറ്റർ പിക്ക് ചെയ്ത് 5 കിലോമീറ്റർ കൊണ്ട് ട്രിപ്പ്. അത് നഷ്ടമായിട്ട് എടുത്തില്ല. അപ്പോൾ അടുത്ത ട്രിപ്പ് വന്ന് തൊട്ടടുത്തുനിന്ന് തന്നെ നമുക്ക് കൊച്ചുവേളിയിലോട്ട്. അതുകൊണ്ട് സിറ്റിയിൽ കിട്ടിയോണ്ട് രക്ഷപ്പെട്ട്. അപ്പോൾ ക്യാൻസൽ ആവുന്നതിന് മുന്നേ നമുക്ക് പോവാം. ഇവിടെ നിന്ന് കിൻഫ്ര പാർക്കിന് ഇവിടെ പറയാം. അങ്ങനെ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കിൻഫ്രയുടെ അടുത്തുള്ള ഒരു ഫ്ലാറ്റാണ്, SFS സൈബർ ഗേറ്റ് വേ. ഇതിലേത് ഫ്ലാറ്റാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. 3 ഫ്ലാറ്റുണ്ട്. ഇതിലേതാണെന്ന് നമുക്കിവിടെ നടുക്കിട്ടിട്ട് വിളിക്കാം. മിക്കവാറും ഇവിടെ ആയിരിക്കും. നമ്മുടെ പാരഗലിൽ ഒരു ട്രിപ്പ് കിട്ടി. അങ്ങനെ കൊണ്ട് വിട്ടിട്ട് ഇവിടെ അകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. എന്തൊരു ക്യൂ എന്ന് നോക്കണം. അങ്ങനെ അവരാണെങ്കിൽ ഏറ്റ പണിയും തന്നിട്ടാണ് പോയത്.
പൈസ ഇല്ല, അങ്ങനെ ചേഞ്ച് മാറ്റാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നു. അതിനിടയ്ക്ക് താണ്ടി ഇപ്പോൾ ഒരു ട്രിപ്പ് ഓടിച്ച് ഇവിടെ നിന്ന് എടുത്ത് തിരിച്ചു കൊണ്ടുപോകണം. നമുക്ക് അടുത്ത ഓട്ടം എന്താ, ഡോമിനോസും തന്നെ അടിച്ച് തൊട്ടടുത്തൊന്ന് പാരകണ്ട്. പക്ഷേ ആളിവിടെ ആണോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ. വെയിറ്റിംഗ് ഫോർ റൈഡ് മെസ്സേജ് അയച്ചു നോക്കാം. ഐ ഹാവ് അറൈവ്ഡ്. ഡോമിനോസാണ് കാണിച്ചിരിക്കുന്നത്. എന്താവോ അറിയില്ല. ലുലു മാള് വരെ പോകാനാണ്. എന്തായാലും നോക്കാം. സമയം ഇപ്പം 9 മണിയായി. 1825 രൂപയ്ക്ക് ഓടി. ഇതിനിടയിൽ ഒരു 3 മണിക്കൂർ എനിക്ക് പേഴ്സണലായിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക് എടുത്തു. അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ ഒരു ഇപ്പം 2500 2600 കഴിയേണ്ട സമയം കഴിഞ്ഞു. ഇന്ന് അത്യാവശ്യം ഓട്ടം ഉണ്ട്. ശനിയാഴ്ച ഉണ്ടായിരിക്കണം. ഇപ്പം എന്താ ലുലു മാളിൽ കൊണ്ട് ഇറക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സർവീസ് റോഡിൽ കിടക്കുകയാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത ഓട്ടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്ന് നൈറ്റ് ഓടാനാണ് പ്ലാന്. കാരണം നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, ഗ്യാപ്പ് വന്നുകൊണ്ട്. എൻ്റെ ഒരു ടാർഗറ്റ് ശനി ഞായർ ദിവസങ്ങളിൽ ഒരു 3000 റേഞ്ചിലെങ്കിലും പിടിക്കണം. ഒരു 2500 എങ്കിലും പിടിക്കണം. എന്നാലേ നമുക്ക് ഓടുന്നതിൽ വല്ല ബെനിഫിറ്റ് കിട്ടും. കാരണം എത്ര രൂപയ്ക്ക് ഓടിയാലും നമുക്ക് അതിൻ്റെ പകുതി ഡീസൽ ചിലവാണ്. പിന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം പോയിട്ട് വലിയ എമൗണ്ട് കിട്ടൂല. എന്നാൽ അത്രയ്ക്കെങ്കിലും ഓടിയാലേ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ നമ്മൾ കിടക്കുന്ന പോലെ ആയിപ്പോവും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, ഓട്ടം വരും. അങ്ങനെ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ച് നമ്മുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ഓബായ് താമരൻ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് എവിടെയാണ് മറന്നുപോയി. എവിടെയാ ആണ് നോക്കിയിട്ട് എന്തായാലും കൊണ്ടുവിട്ടിട്ട് ബാക്കി നോക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ശനിയാഴ്ച ദിവസത്തെ യൂബർ ഓട്ടം അവസാനിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് തിരക്കേടില്ലാത്ത ഓട്ടം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൻ്റെ വഴിയായതുകൊണ്ടാണ് കേട്ടോ, റോഡല്ല. ഇത് വീട്ടിനകത്തോട്ട് പോലുള്ള പ്രൈവറ്റ് റോഡാണ്. അതാണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മുടെ വില്ലയിലേക്ക് ഉള്ള മാത്രമുള്ള റോഡുകളാണ് ഇത്. വേറെ ആക്സസ് ഒന്നുമില്ല, മെയിൻ റോഡൊന്നുമല്ല, പോക്കറ്റ് റോഡാണ്. മൊത്തം ഇന്ന് 2500 ഓടി. അതിൽ ചിലവ് വന്നിട്ടുള്ളത് 1200 രൂപയുടെ ഡീസലടിച്ച്. ഇപ്പം ഡീസൽ അളവ് ഇനി 21 കിലോമീറ്റർ, അതായത് 2-3 ലിറ്ററേ ബാലൻസ് കാണത്തുള്ളൂ. വണ്ടി അധികം ഇന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വൃത്തികേടായിട്ടില്ല. പിന്നെ ഇൻറ്റീരിയർ മാത്രം ഇനി നാളെ എടുക്കുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി. അത്യാവശ്യം ഇന്ന് ഓട്ടം ഉണ്ടായിരുന്നു. സിറ്റിയിലോട്ടെല്ലാം ഓട്ടം ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഓട്ടം പിന്നെ വീട്ടിൻ്റെ തൊട്ടടുത്ത് കിട്ടിയാണ്ടാണ് മടിച്ചത്. ഇനി ഓടണമെങ്കിലും ഡീസൽ അടിക്കണം. ഡീസൽ അടിച്ചാൽ പിന്നെ തീരുന്നവരെ ഓടണം. ഇല്ലെങ്കിൽ പിന്നെ ആ ഡീസൽ നഷ്ടമായി പോകും, കിടക്കത്തില്ല. ഞാൻ പിന്നെ കറങ്ങി എടുക്കും. അപ്പോൾ ഇന്നത്തെ ഓട്ടം നമ്മൾ എന്തായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച ദിവസം, എല്ലാ ശനിയാഴ്ചയല്ല എന്നാലും ഇന്ന് ഏതാണ്ട് 3000 രൂപയുടെ മുകളിൽ ഓടാൻ പറ്റുമായിരുന്നു. എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നതായിട്ടാണ് മിസ്റ്റേക്ക്. മനസ്സാരല്ല, നമ്മുടെ വീടെത്തി. അടച്ചിരിക്കും. നമ്മുടെ വീട് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബാക്കി നമ്മൾക്കിനി വീട്ടിൽ കയറിയിട്ട് വേണം വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ളത്. ഇതാ അപ്പു കുട്ടാ, വാ. എൻ്റെ അപ്പു കുട്ടനോ?
അപ്പം നമ്മൾ ഇവിടെ വെച്ച വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം നാളെ നമുക്ക് അടുത്ത യൂബർ സീരീസിലോട്ട് കിടക്കാം.